ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് 9 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ എടുക്കാനാണ്. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പാർട്ട് 4 വരെ കൊള്ളിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് അധികം ഒന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിതൊരു പാർട്ട് 5-ലാണ് ഒതുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ 3 പാർട്ടും കാണാത്തവർ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണാം. എന്നാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ റദർഫോർഡിൻ്റെ ആറ്റം മോഡൽ പഠിച്ചു. നെയിൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആറ്റം മോഡൽ ഓഫ് ബോർ മോഡലാണ് ആ ഒരു നെയിൽസ് ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ പേരാണ് ബോർ മോഡൽ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മുടെ ആരുടെയാണ്? നെയിൽസ് ബോറിൻ്റെ ഒരു ആറ്റം മോഡലാണ്. ബോർ മോഡൽ എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹം അതിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ 2 ടൈപ്പ് ഓഫ് പ്ലം പുഡിംഗ് മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ നമ്മളെ പ്ലാനറ്റേറിയൻ മോഡൽ, റദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഇപ്പം നമ്മൾ പഠിക്കുന്ന മോഡലാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. ഈ ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയസ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. നാളെ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസ് സെൻറ്ററിലുണ്ട്. ഇതിന് ചുറ്റോളം നല്ല ഓർബിറ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, ഓർബിറ്റ്സിന് എനർജി ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ എനർജി ലെവൽ എന്നും കൂടി വിളിക്കും. ഓക്കെ, അപ്പോൾ ചുറ്റോളം ഓർബിറ്റ്സ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. ഓരോ ഓർബിറ്റ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർബിറ്റ്സിലാണ് നമ്മളെ ഇലക്ട്രോൺസ് ഉള്ളത്. ഇലക്ട്രോൺസ് എവിടെയാണ്? നമ്മളുടെ ഇതിൻ്റെ ഓർബിറ്റ്സിലാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിട്ട് നിൽക്കുന്നവർ ഹൈ എനർജിയിലും അടുത്ത് നിൽക്കുന്നവർ ലോ എനർജിയിലുമായിരിക്കും എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ചുറ്റോറം ഓർബിറ്റ്സ് ഉണ്ട്. അടുത്ത് നിൽക്കുന്ന ഓർബിറ്റ്സിനെന്ന് പറയുന്നത് അവരുടെ എനർജി ലോ ആയിരിക്കും. ആൻഡ് ദെൻ വിട്ട് നിൽക്കുന്ന ഓർബിറ്റ്സിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി വിട്ട് നിൽക്കുന്ന ആൾ എന്തായാലും അടുത്തുള്ളോട്ടേക്ക് വരും. എന്ത് ചെയ്യും? വിട്ട് നിൽക്കുന്ന ആൾ എന്തായാലും അടുത്തുള്ള ആളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ വരും. അതിനെയാണ് നമ്മൾ എനർജി എമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, വിട്ട് നിൽക്കുന്ന ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആളിങ്ങനെ ചാടി തവള ചാടുന്ന പോലെ ചാടി വരും. അതിനെയാണ് നമ്മൾ എനർജി എമിറ്റ് എന്ന് പറയുന്നത്. ഞാൻ എത്ര വെളിച്ചം ഇല്ലാത്തോടത്ത് ഇരുന്നാലും കാണാം സൂര്യൻ എൻ്റെ അടുത്തേക്ക് തന്നെ ഇങ്ങനെ വരുന്നത്. ഓക്കെ, energy revolve around the nucleus of an atom in fixed orbit. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് റിവോൾവ് ചെയ്യാണ് അറൗണ്ട് ദ ന്യൂക്ലിയസിൻ്റെ ചുറ്റോറായിട്ട് ഇതിങ്ങനെ റിവോൾവ് ചെയ്യാണ്. ഈ ആറ്റംസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓർബിറ്റ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് definite energy, so orbits are also known as energy levels. As long as the electrons in a particle orbit, their energy does not change, so the orbits are known as stationary energy level. അപ്പോൾ നമ്മൾ സ്റ്റേഷനറി എനർജി ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ തന്നെയാണ്. അതെന്താണെന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ദ എനർജി ഓഫ് എ ഓർബിറ്റ് ഇൻക്രീസിങ് ആസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസിങ്. നമ്മളുടെ ഓർബിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓർബിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എനർജി എന്ത് ചെയ്യും? ഓർബിറ്റിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ എനർജി ഹൈ ആവുകയും ഓർബിറ്റിൻ്റെ എനർജി കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ എനർജി ലോ ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ 1, 2, 3, 4, 5 അങ്ങനെ എക്സെട്രയിലാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന കാര്യം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒക്കെപ്പാടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മൾ ഇലക്ട്രോൺസ് പറഞ്ഞു. ഇലക്ട്രോൺസ് ഉള്ളത് എവിടെയാണ്? ഓർബിറ്റ്സിലാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലേ? ഈ ഓർബിറ്റ് എനർജി ഫിക്സ്ഡ് എനർജി
നമ്മൾ ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർബിറ്റ് എനർജിയെ തന്നെയാണ് നമ്മൾ ഫിക്സ്ഡ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് മോർ ആണെങ്കിൽ എനർജി മോർ ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാകുമ്പോൾ അവിടെ എനർജി ഹൈ ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ് കുറവുണ്ടാകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, എനർജി ലോ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഡിസ്റ്റൻസ് മോർ ആകുമ്പോൾ എനർജി എന്ന് പറയുന്നത് മോർ ആയിരിക്കും. ഒരേപോലെ തന്നെ ആവും വരിക. ഈ ഒരു ചെറിയ കാര്യമാണ് നമ്മൾ ഇത്രയും ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് ആറ്റം മോഡൽസ് പഠിച്ചു. കൺഫ്യൂസ്ഡ് ആവണ്ട, നമ്മളിപ്പോൾ 3 ടൈപ്പ് ഓഫ് ആറ്റം മോഡൽസ് പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തേതായിരുന്നു നമ്മുടെ ജെ തോമസ് കണ്ടുപിടിച്ച പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല വിശദമാക്കി നിങ്ങൾക്ക് പറ്റിയൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, വാട്ടർമെലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലില്ല. ജെ തോമസ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വാട്ടർമെലോൺ ഒരിക്കലും എഴുതരുത്, അത് ഞാൻ കൊണ്ടുവന്നതാണ്. എന്താണ്, നമ്മൾ പ്ലം പുഡിംഗ് മോഡലാണ് നമ്മളുടെ ജെ തോമസ് കൊണ്ടുവന്നത്. ആൻഡ് ദെൻ റദർഫോർഡ് കൊണ്ടുവന്നതാണ് പ്ലാനറ്ററി മോഡൽ. നമ്മൾ പ്ലാനറ്ററി മോഡലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ നമ്മളുടെ ബോർ മോഡൽ ആരാണ് കൊടുക്കുന്നത് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ആറ്റം മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. മറക്കാതെ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഞാൻ ഈ പൊസിഷൻ മാറ്റി വെക്കട്ടെ ഫോൺ. ഓക്കെ, ഇനി ഇതിപ്പോൾ ഇങ്ങോട്ട് വരും കേട്ടോ. ഇപ്പം നമ്മൾ 3 ടൈപ്പ് ഓഫ് ആറ്റം മോഡൽസ് പറഞ്ഞു അല്ലേ, ആരൊക്കെയാണ് കണ്ടുപിടിച്ചതെന്ന കാര്യം പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഒരു 3 ടൈപ്പ് ഓഫ് ആറ്റം മോഡൽസ് ആണുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യമാണ്, നമ്മൾ ഈ ഓർബിറ്റിനെ എനർജി ലെവൽ എന്ന് വിളിക്കുന്നു പറഞ്ഞു. എന്ത് പറഞ്ഞു? നമ്മൾ ഈ ഓർബിറ്റിനെ എനർജി ലെവൽ എന്ന് നമ്മൾ വിളിക്കുമെന്ന് പറഞ്ഞു. ഈ ഓർബിറ്റിനെ എനർജി ലെവൽ എന്നൊക്കെ വിളിക്കും പറഞ്ഞു, അത് ശരിയാണ്. അതിനെ വേറൊരു പേരും കൊണ്ട് വിളിക്കും. ഇതെന്താ, ഓർബിറ്റിന് എത്ര പേരല്ലേ? ഓർബിറ്റിനെ എനർജി ലെവൽ എന്ന് വിളിക്കും. ഈ നമ്മൾ എനർജി ലെവലിനെ തന്നെ നമ്മൾ ഷെൽ എന്ന് വിളിക്കും. അതായത് നമ്മൾ ഓർബിറ്റിനെ തന്നെ നമ്മൾ ഷെൽ എന്ന് വിളിക്കും. നമ്മൾ പറഞ്ഞു ഇവിടെ 1 2 3 4 5 എക്സെട്ര എന്ന രീതിയിലാണ് ഇതിനെ കൂട്ടുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ രീതിയിലാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളുടെ 1 എന്ന് പറയുന്നത് 1 2 3 4 അങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലോ. അതിൻ്റെ നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്നത് KLMNO അങ്ങനെ ആ ഒരു എക്സെട്ര രീതിയിലായിരിക്കും വരിക. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പോർഷനാണ് ഇത്, ഞാൻ നോട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് ബ്ലാങ്ക് ചെയ്ത് വിട്ടിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഫിഗർ ഞാൻ ഇവിടെ കൊടുക്കാം. നമ്മൾ പ്രോട്ടോൺസിൽ എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ്. പ്രോട്ടോൺസ് ഉള്ളിലാണ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണുള്ളത്. അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആണല്ലോ. യെസ്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മാസ് നമ്പർ ഉണ്ട്. അതേമാതിരി തന്നെ മാസ് ഇൻ പാർട്ടിക്കൽ യൂസസും ഉണ്ട്. ഇനി ഇലക്ട്രോൺസിൻ്റെ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇലക്ട്രോൺസ് പുറത്ത് ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളുടെ ഔട്ട്സൈഡിലായിരിക്കും. അപ്പോൾ ഇതെവിടെയാണ്? ഓർബിറ്റ്സിലാണ്. ഇതിന് നെഗറ്റീവാണ് എന്ന കാര്യം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ടേബിൾ അവിടെ കൊടുത്തതാണ്, അധികം ഇമ്പോർട്ടൻ്റ് ഇല്ല. ഹൗ ടു റെപ്രസെൻറ്റ് എ ആറ്റം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കാം എക്സ് കൊടുക്കാം, മേലെ എ കൊടുക്കാം, സെഡ് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇത് മനസ്സിലാക്കി വെക്കാം. ഇവിടെ സെഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറാണ്. ഇവിടെ സെഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറാണ്, ഒരിക്കലും മറക്കരുത്. ഇവിടെ സെഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറാണ്. ആൻഡ് എ എന്ന് പറയുന്നത് മാസ് ഓഫ് നമ്പറാണ്. നമ്പർ ഓഫ് മാസ് ആണ്, മാസിൻ്റെ നമ്പറാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ഇവിടെ ഞാൻ യു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുന്നത്തെ ടാബിളിൻ്റെതാണ്, അത് ഞാൻ വല്ല ശ്രദ്ധിച്ചില്ല. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ക്ലിയർ ആവാത്തൊരു സംഭവമാവും. നമ്മളുണ്ടല്ലോ അവിടെ മാസ് ഇൻ പാർട്ടിക്കൽ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1U പിന്നെ 0 എന്തായാലും ഇലക്ട്രോൺസിന് 0 ആയിരിക്കും വരിക, കാരണം അതിൻ്റെ വളരെ കുറവാണ്. ആൻഡ് ദെൻ 1U എന്ന് തന്നെയാണ് നമ്മുടെ ന്യൂട്രോൺസിൽ വന്നിട്ടുള്ളത്. ഈ U എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈഡ് ആറ്റോമിക് മാസ് എന്നാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. സോ നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ ഒരു ടാബിൾ തന്നിട്ടുള്ളത് കേട്ടോ.
ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആറ്റോമിക് നമ്പർ വേണം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണാൻ നമുക്ക് ആറ്റോമിക് നമ്പർ വേണം. ഇനി നമ്പർ ഓഫ് മാസ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയസും നമ്പർ ഓഫ് പ്രോട്ടോൺസും കൂടെ നമ്മൾ പ്ലസ് ചെയ്യണം. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണെങ്കിലോ നമ്പർ ഓഫ് മാസും അതേപോലെ തന്നെ മൈനസ് ആറ്റോമിക് നമ്പറും തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യണം. മാസിൻ്റെയും ആറ്റോമിക് നമ്പറും നമ്മൾ മൈനസ് ചെയ്യണം. ഇനി മാസിൻ്റെതാണ് കാണേണ്ടതുണ്ടെങ്കിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും തമ്മിൽ പ്ലസ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് മാസ് നമ്പർ? ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ദ ന്യൂട്രോൺസ് ആൻഡ് ആറ്റംസ് ഈസ് കോൾഡ് മാസ് നമ്പർ. This is represented by the letter A. വെച്ചിട്ടാണ് ഇതിന് നമ്മൾ കാണിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആൻഡ് ആറ്റം. പ്രോട്ടോൺസും ന്യൂട്രോൺസും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ മാസ് നമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തലയിൽ കയറിയിട്ടുണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും. എന്താണ് മാസ് നമ്പർ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ആണ്. അതായത് A മൈനസ് Z ആണ്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമ്മളിവിടെ ക്ലോറിൻ എടുത്തു. മേലെ 35, അടിയിൽ 70. ഓക്കെ, മേലെ 35. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ക്ലോറോഫിൽ എടുത്തു. ക്ലോറോഫിൻ വേണ്ട, ക്ലോറിനല്ലേ നേരത്തെ പറഞ്ഞത്. ക്ലോറിൻ എടുത്തു. മേലെ 35, അടിയിൽ 17 വേണ്ടി. ഓക്കെ, 17 എടുത്തു. ഇവിടെ എന്തായാലും Z ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ Z എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫസ്റ്റത്തത് ആറ്റോമിക് ആണ്, പിന്നെ രണ്ടാമത്തത് മാസ് ആണ്. ഫസ്റ്റത്തത് നമ്മൾ Z എന്ന് പറയുന്നത് 17 ആണ് കേട്ടോ. പിന്നെ A എന്ന് പറയുന്നത് 35 ആണ്. 17ഉം 35ഉം മറക്കരുത്. 35ഉം 17ഉം മറക്കരുത്. Z എന്ന് പറയുന്നത് 17 ആണ്, A എന്ന് പറയുന്നത് 13 ആണ്. ഇവിടുത്തെ പ്രോട്ടോൺസ് എത്രയാണ്? തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് Z ആയ 17 ആണ്. നമ്മൾ അടിയിൽ നിൽക്കുന്ന ആളാണ്. ഓക്കെ, പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒന്നാണ് മക്കൾസ്. നമ്മളെ പ്രോട്ടോൺസ് ഏതാണോ അത് തന്നെയായിരിക്കും നമ്മളെ ഇലക്ട്രോൺസും. 17 ആണ് പ്രോട്ടോൺസ് എങ്കിൽ ഇലക്ട്രോൺസും 17 ആയിരിക്കും. 17 അത് കിട്ടി. ഇലക്ട്രോൺസും പ്രോട്ടോൺസും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ന്യൂട്രോൺസ്. നിങ്ങൾ ടാസ്ക് ആണ്, ഡിഫിക്കൽട്ട് ആണെന്നൊന്നും പറയേണ്ട, വളരെ ഈസിയാണ്. നമ്മൾ ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ A മൈനസ് Z ചെയ്താൽ മതി. A മൈനസ് Z നമ്മൾ പറഞ്ഞു. മാസ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ പ്ലസ് ചെയ്താൽ മതി. പക്ഷെ ആ ഒരു കേസ് നമുക്കിവിടെ വന്നിട്ടില്ല. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ മാസ് നമ്പറും ആറ്റോമിക് നമ്പറും കൂടെ ഇതാക്കിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. അതല്ലേ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ന്യൂട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. A മൈനസ് Z ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് 35 മൈനസ് 17 = 18. കിട്ടി, ആൻസർ കിട്ടി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അത് നിങ്ങൾ തന്നെ ഒരു ബുക്കും പെന്നും എടുത്ത് വെക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കും. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നുള്ള നിങ്ങളുടെ ഒരു നിഗമനം വെച്ച് നിങ്ങൾ തന്നെ ഇടയിൽ എഴുതുക. അവസാനം നമ്മൾ ആൻസർ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ശരിയാണോ എന്ന് നോക്കണം. നമ്മൾ കാൽസ്യം എടുത്തു. മേലെ 14 ആണ്, അടിയിൽ 20 ആണ്. കാൽസ്യം എടുത്തു. മേലെ 14 ആണ്, അടിയിൽ 20 ആണ്. ഇവിടുത്തെ Z-ഉം A-യും ഏതാണ്? ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ. ഇവിടുത്തെ Z-ഉം A-യും ഏതാണ്? നിങ്ങൾ ഇപ്പം തന്നെ ഇരുന്ന് എഴുതുക. ഇവിടുത്തെ Z-ഉം A-യും ഏതാണ്? ഇവിടുത്തെ Z എന്ന് പറയുന്നത് 20 ആയിരിക്കും.
എ എന്ന് പറയുന്നത് 14 ആയിരിക്കും. നമ്മൾ പറഞ്ഞു നമ്മൾ കാൽസ്യം ആണ് എടുത്തത്, മേലെ 14 ഉണ്ട്, അടിയിൽ 20 ഉണ്ട്, 20 ആണ് Z. എ എന്ന് പറയുന്നത് 14 ആയിരിക്കും. ഇവിടുത്തെ പ്രോട്ടോൺസ് എത്രയാണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോട്ടോൺ ഏതാണ്? നമ്മൾ പറഞ്ഞു അടിയിൽ വരുന്ന ആളല്ലേ പ്രോട്ടോൺ, 20 ആയിരിക്കും. ഇനി പ്രോട്ടോൺ കഴിഞ്ഞു. ഇലക്ട്രോൺ ഏതാണ്? പ്രോട്ടോൺ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മുടെ 20 ആണ് പ്രോട്ടോൺ ഏതാണോ അത് തന്നെയായിരിക്കും ഇലക്ട്രോൺ. അതായത് നമ്മുടെ പ്രോട്ടോണും ഇലക്ട്രോണും 20 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ന്യൂട്രോൺ ആണ് കുറച്ച് ടാസ്ക്, പക്ഷെ വലിയ ടാസ്ക് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആണെങ്കിലും ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട്. അതാണ് A - Z അല്ലേ? ഇവിടെ ഇടയ്ക്ക് മാറും കേട്ടോ, നമ്മൾ മാസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു സെക്ഷൻ വരും. ഇപ്പം നമുക്ക് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ മാസ് നമ്പറിലേക്കൊക്കെ ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് എന്താണ്? അത് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? A - Z ആണ്. A എത്രയാണ്? Z എത്രയാണ്? 14 - 20 ആണ്. 14 - 20 ആണ്. അതായത് A - Z ആണ് വരുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആർക്കായിരുന്നു? റദർഫോർഡിനല്ലേ? റദർഫോർഡ് ആണോ? ഇതെനിക്ക് ഫുൾ ഓൺ തല കറങ്ങുകയാണ്. ഇതിൽ ഇതാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുള്ളൂ ഗൈസ്. ഓക്കെ, റദർഫോർഡ് ആണ്. ഓക്കെ, റദർഫോർഡ്, നമ്മളുടെ സ്വന്തം റദർഫോർഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റദർഫോർഡ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ റദർഫോർഡ് എന്ത് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റദർഫോർഡ് ആദ്യം കണ്ടുപിടിക്കാത്ത കാര്യം, അതിലൂടെ എനർജി പാസ് ചെയ്യുമ്പോൾ അതിന് എനർജി തീരും എന്ന കാര്യം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ബട്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കണ്ടുപിടിക്കാത്ത വേറൊരു കാര്യം, ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യവും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം ആണ്. ഓക്കെ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈസ് ഇൻ എ റെസ്പിറേഷൻ ഓഫ് എ ഫീലിംഗ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ഓർബിറ്റ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? ഒരു ഓർബിറ്റിൽ തന്നെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് നമ്മളെ റദർഫോർഡിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. അങ്ങനെ ഒരു ഓർബിറ്റിൽ ഒരു 10-25 ആളുകൾക്ക് ഒരു 1000 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാത്തിനും കൂടെ ഒരു ഓർബിറ്റ് കുത്തിക്കൊള്ളിക്കോ? ഇല്ല, ഒരിക്കലും കുത്തിക്കൊള്ളിക്കൂല. ഓർബിറ്റ്സ് എന്താണ്? അവരെന്ത് ചെയ്യും? അവർക്ക് വേണ്ട ആവശ്യമുള്ള ആളുകളൊക്കെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അവരങ്ങ് പോകും. പക്ഷെ അങ്ങനെ ഇതിൻ്റെ മെയിൻ എക്സാമ്പിൾ എന്താണ്? ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം, ഏതെങ്കിലും ഒരു ട്രെയിൻ വന്നതായിരിക്കും, എല്ലാവരും കൂടി അങ്ങ് കുത്തിത്തിരികി കയറുകയായിരിക്കും. സീറ്റേ എവിടെയാണെന്നൊന്നും നമുക്കറിയണ്ടാവില്ല, എല്ലാവരും കൂടി അങ്ങ് കയറിണ്ടാവും. അതേപോലെ ആയിരിക്കും ഇപ്പം നമ്മൾ സ്കൂളുള്ള ടൈമിലാണെങ്കിൽ ബസ് സ്കൂൾ വിടുന്ന ടൈമിലാവും കൂടുതലും. അതായത് ഒരുപാട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ആ ഒരു ഇതിലേക്ക് ആകെ ഒരു ബസ് ഇട്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ അതിൻ്റെ കഥ പറയണ്ട, ചെരിഞ്ഞിട്ടൊക്കെ ആവും ബസ് പോകുന്നുണ്ടാവുക. അപ്പോൾ
അതിൽ എത്രയോ ആളുകളെ കൊള്ളിക്കാൻ പറ്റുമോ അത്രയും ആളുകൾ കൊള്ളിച്ചിട്ടല്ലേ അവർ പോവുക. പക്ഷെ അതേപോലെ അല്ല നമ്മൾ ഓർബിറ്റ്സ്. അവർക്ക് കുറച്ച് നിയമങ്ങളും അതേപോലെ അത്ര ആൾ കയറ്റുള്ളൂ, നമ്മൾ എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ ഇത്ര ആൾ കയറ്റുള്ളൂ, അങ്ങനെ ഓരോ നിയമങ്ങളൊക്കെ അവർക്കുണ്ട്. ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് 3 റൂൾസ് ഉണ്ട്. കൺഫ്യൂസ്ഡ് ആവണ്ട, നമ്മൾ ഓർബിറ്റ്സിന് 3 റൂൾസ് ഉണ്ട് ഗൈസ്. അപ്പോൾ 3 റൂൾസ് ഉണ്ട്. ആ ഒരു റൂൾസിനനുസരിച്ചിട്ട് നമ്മൾ ഓർബിറ്റ്സ് പോവുകയുള്ളൂ, അല്ല നിൻ്റെ ഇഷ്ടത്തിനൊന്നും ഓർബിറ്റ്സ് പോവില്ല. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന് ഒരു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓരോ ഓർബിറ്റിന് തന്നെ ഒരു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. റൂൾസ് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെ കയറ്റുള്ളൂ. 1000 ആളുകൾ വന്നു എല്ലാത്തിനെയും കൂടെ അതിനുള്ളിലേക്ക് കയറ്റാനൊന്നും അവരെ കൊണ്ടാവില്ല. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മളെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. 2n² ആണ് ഇതിൻ്റെ ഇക്വേഷൻ. 2n². ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസിന് താമസിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കുറച്ച് ഭീകരന്മാരാണ്. അവർക്ക് 3 റൂൾസ് ഒക്കെ പാലിച്ചേ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവരെന്തെങ്കിലും റൂൾസ് ഒക്കെ ഇതുണ്ടാവും. പിന്നെ എന്താണ്, ഇതിന് ഒരു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അവർക്ക് പറ്റുന്ന എല്ലാ ആളുകളും മൊത്തം അവർക്ക് കയറ്റാൻ പറ്റില്ല. ഒരു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അവരെ മാത്രമേ അവർക്ക് കയറ്റാൻ പറ്റുള്ളൂ. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. 2n² ആണ് ഇതിൻ്റെ ഇക്വേഷൻ. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി വിടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആണെങ്കിൽ, ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഡൗട്ടൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാനതിന് ആൻസേഴ്സ് കൊടുക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.